ആദ്യ ക്യാബിനറ്റ് CM നമ്മൾ ഈ ഇന്ദിരാ ഗ്യാരണ്ടിയുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഉണ്ടാവും അതോ മറ്റ് പ്രധാനപ്പെട്ട ജനകീയ പ്രഖ്യാപനം? ക്യാബിനറ്റ് കഴിഞ്ഞിട്ട് നിങ്ങളെ കാണും, തീരുമാനങ്ങൾ പ്രഖ്യാപിക്കും. നമുക്ക് നോക്കാം, നമുക്ക് പരിശോധിക്കാം. നമുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് നടക്കുമല്ലോ. പറഞ്ഞതൊക്കെ നടത്താനല്ലേ നമ്മൾ വന്നിരിക്കുന്നത്, അല്ലേ? ഞങ്ങളെല്ലാവരും വന്നിരിക്കുന്നത് ജനാഭിലാഷങ്ങളെ യാഥാർത്ഥ്യമാക്കാനാണ്. ചെറുപ്പക്കാരുടെ ആഗ്രഹങ്ങളെ, അവരുടെ ആഗ്രഹങ്ങളെയാണ്. അല്ലാതെ വെറുതെ വോട്ട് കിട്ടാൻ വേണ്ടി പറഞ്ഞതാണ്. പറഞ്ഞ വാക്കിന് വ്യവസ്ഥയിലേക്ക് പിന്നെ നോക്കാം, നമുക്ക് ആലോചിക്കാം. എന്തായാലും ഞാൻ നിങ്ങളെ കാണാതെ പോണ ആളല്ലല്ലോ. ഇന്നലെ ഇന്നും മിനിങ്ങാന്നുമായിട്ട് എത്ര പ്രാവശ്യം നിങ്ങളെ കണ്ടില്ല? ലോകത്ത് ആരെങ്കിലും ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും? അല്ല, ഞാൻ ചോദിച്ചത് നിങ്ങളെ കാണുന്ന ഒരു രസമല്ലേ? നിങ്ങൾ എന്നെ വിമർശിക്കുകയും വേണം. നിങ്ങളെ വിമർശിക്കുകയും വേണം, തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുകയും വേണം. നിങ്ങൾ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാൽ നമ്മളത് തിരുത്തും. ഞാൻ പറഞ്ഞു, കേരളത്തിലെ മുഖ്യമന്ത്രി ആകാൻ പോകുന്നയാൾ വിമർശനത്തിന് അതീതനല്ല. വിമർശിക്കണം, പക്ഷെ ആകാശത്ത് നിന്ന് വാർത്തയുണ്ടാക്കരുത്. വാർത്തയുണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ പിന്നെ അതിനെന്തിനാ മറുപടി പറയണം? നിങ്ങൾ സത്യസന്ധമായും വിമർശനാത്മകമായും നാട് നന്നാകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി നിങ്ങളുടെ ഇടപെടലുകളെ സ്വാഗതം ചെയ്യും, നിങ്ങളുടെ വിമർശനങ്ങളെ സ്വാഗതം ചെയ്യും. കറക്റ്റ് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ കറക്റ്റ് ചെയ്യും. മാധ്യമങ്ങൾ ഒരു കറക്റ്റീവ് ഫോഴ്സായിട്ട് കൂടി മാറണം എന്നുള്ള അഭിപ്രായക്കാരനാണ്. അല്ലാതെ എല്ലാ ദിവസവും ഇപ്പോൾ 2-3 ദിവസമായിട്ട് നല്ല എന്നെക്കുറിച്ച് നല്ല എനിക്ക് ഭയങ്കര രസമുണ്ട്. രാവിലെ ആകുമ്പോൾ നല്ല വാർത്തകളാണ്. എപ്പോഴും അങ്ങനെ ആയിരിക്കില്ല എന്ന് എനിക്കറിയാം. യാഥാർത്ഥ്യബോധമില്ലേ? നമ്മൾ രാഷ്ട്രീയ പ്രവർത്തകരില്ലേ? യാഥാർത്ഥ്യബോധമുണ്ട്. വിമർശനങ്ങൾ വരും, അപ്രിയങ്ങളായ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും, അല്ലേ? നാടിന്റെ നന്മയ്ക്ക് വേണ്ടി, നാടിന്റെ പുരോഗതിക്ക് വേണ്ടി ചിലപ്പോൾ അപ്രിയങ്ങളായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ നമുക്ക് ഗംഭീരാക്കാം. നിങ്ങളെല്ലാവരും കൂടി സഹകരിക്കണം. നിങ്ങൾ ആലോചിക്കണം, ഒരു പുതുയുഗ കേരളത്തിന് തുടക്കമിടാൻ വേണ്ടിയിട്ടാണ് UDF വരുന്നത്. അത് ഞങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമല്ല, നിങ്ങളുടെ കൂടി ഉത്തരവാദിത്വമാണ്, മാധ്യമങ്ങളുടെ കൂടെ ഉത്തരവാദിത്വമാണ്. അപ്പം അത്തരം കാര്യങ്ങളിൽ ഒരു പോസിറ്റീവ് അപ്രോച്ച് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. ഞാൻ നിങ്ങളോട് മാത്രമല്ല, മാധ്യമങ്ങളോടും മൊത്തമായിട്ട് ഞാൻ അത് പറയാം. നല്ല കാര്യങ്ങൾ വരുമ്പോൾ നമുക്കതിനെ പ്രോത്സാഹിപ്പിക്കുകയും നല്ല രീതിയിൽ ചെയ്യുകയും ചെയ്യാം. തെറ്റായ കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ വിമർശിച്ചാൽ എന്താ? അത് വേണം എന്നുള്ള അഭിപ്രായമാണ് ഞാൻ. ആ അഭിപ്രായമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.